ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നും മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൗതമനായിട്ട് വലവീശി കാത്തിരിക്കുകയാണല്ലോ വസു. എല്ലാ പഴുതും അടച്ചിട്ട് നിധി രക്ഷിക്കാനുള്ള എവിടെ ചെന്നാലും ഓരോ തടസ്സങ്ങളാണല്ലോ, അതൊക്കെ അടച്ചിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശിവാനി ചോദിക്കുന്നുണ്ട് വസുവിൻ്റെ അടുത്ത്, അല്ല ആൻറ്റി പറഞ്ഞ പോലെ നിധിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഗൗതം വരും, അവന് വേറെ വഴിയില്ലാണ്ടാവുമ്പോൾ അവൻ ഇവിടെ തന്നെ വരും എന്ന് പറയുന്നത് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ഗൗതം വിളിക്കുന്നത്. എന്നിട്ട് വസുവിൻ്റെ അടുത്ത് പറയുന്നത്, എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറയും കേട്ടോ. അപ്പോൾ അതിന് സന്തോഷമായിട്ടുണ്ട്. എന്താ മോനെ എന്ന് ചോദിക്കുമ്പോൾ പറയും, നമുക്ക് നേരിട്ട് സംസാരിക്കാമെന്ന് പറയുമ്പോൾ സ്ഥലവും ഒക്കെ ഇതേപോലെ മെസ്സേജ് അയച്ചു തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് 3 പേരും കൂടി കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗൗതം പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതിനെ കുറിച്ചിട്ട് ഞാൻ നന്നായി ആലോചിച്ചു. എനിക്കിപ്പോൾ മുഖ്യം നിധിനെ ഇറക്കൽ തന്നെയാണ്. നിധി എന്നെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം എനിക്ക് വേണ്ടിയിട്ട് എന്തും സഹിക്കാൻ തയ്യാറായ ആൾ എന്നിട്ട് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കണേ? അപ്പോൾ അവളെ എവിടെയെങ്കിലും സുഖമായിട്ടിരുന്നാൽ മതി, ജയിലിൻ്റെ പുറത്ത് വന്നാൽ മതി. അപ്പോൾ നിങ്ങൾ എത്ര പെട്ടെന്ന് നിധിനെ പുറത്തിറക്കാനുള്ള ഏർപ്പാട് ചെയ്യണം എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കണ്ടീഷൻസൊക്കെ നീ സമ്മതിച്ചോ ചോദിക്കും കേട്ടോ. നിങ്ങൾ പറഞ്ഞ എന്ത് വേണമെങ്കിൽ ഞാൻ ചെയ്തോളാം, എനിക്ക് നിധിനൊന്ന് ഇറക്കി തന്നാൽ മതി എന്ന് പറയും കേട്ടോ. പറയും, ആദ്യം നീ നമ്മുടെ വീട്ടിലേക്ക് വരണം, എൻ്റെ മോനായിട്ട് പഴയ പോലെ നമ്മുടെ വീട്ടിലേക്ക് വരണം. നിന്നെ ഞാൻ എന്തായാലും നമ്പർ 1 ബിസിനസ്മാനാക്കി മാറ്റിയിരിക്കും. പിന്നെ മെല്ലെ നിധീനെ അകൽച്ച കാണിച്ചിട്ട് അവസാനം നീ അവളെ ഡിവോഴ്സ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഗൗതം പറയാം, അതൊക്കെ ഞാൻ ചെയ്തോളാം, എല്ലാം ഞാൻ സമ്മതിച്ചു. നിങ്ങൾ ആദ്യം നിധീനെ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയും കേട്ടോ. അതുമാത്രമല്ല, ഞാൻ പറയണ പണക്കാരി പെൺകുട്ടീനെ നീ വിവാഹം കഴിക്കും വേണം, നിൻ്റെ ജീവിതം ഞാൻ രക്ഷപ്പെടുത്തും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം എഗ്രി ചെയ്യണം കേട്ടോ, എല്ലാം സമ്മതിച്ചു. അങ്ങനെ അപ്പോൾ ശിവാനി ഇത് ഡ്രൈവറെ വെച്ചിട്ട് ഇതെല്ലാതും റെക്കോർഡ് ചെയ്യണുണ്ട് കേട്ടോ, മൊബൈൽ ക്യാമറയിൽ പകർത്തണമുണ്ട്. അങ്ങനെ വസുവിന് സന്തോഷം കൊണ്ട് സഹിക്കാൻ വയ്യ. വസു വേഗം നമ്മുടെ ഗൗതമനെ കെട്ടിപ്പിടിക്കണു സന്തോഷം കൊണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ പോയി നമ്മുടെ ശിവാനി നിധീനെ കാണാനായിട്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ പോലീസ് ഓഫീസർ പറയുന്നത്, നിൻ്റെ മേലെ കേസ് കൊടുത്ത പെണ്ണില്ലേ കാണാൻ വന്നിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ ശിവാനി പറയുന്നുണ്ട്, നീ എന്താ വിചാരിച്ചേ, എൻ്റെ കുട്ടികളെ കളയാൻ ശ്രമിച്ച നിയമം നിന്നെ വെറുതെ വിടുമെന്ന് വിചാരിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി പറയും, ഞാൻ ഒരു നിരപരാധീനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ നിയമത്തിനാണ് അതിൻ്റെ നാണക്കേട്, അല്ലാണ്ട് എനിക്കല്ല, ഞാൻ നിരപരാധി തന്നെയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നിന്നെ ഇറക്കാൻ പോവാന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നെ ഇറക്കാൻ എന്തായാലും ഞാൻ കേസ് പിൻവലിക്കാൻ പോവാന്ന് പറയുന്നുണ്ട്. ഞാനിത് വിശ്വസിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നിധി. അപ്പോൾ പറയും, എന്നെ ഇറക്കാൻ എൻ്റെ ഗൗതം ഉണ്ട്, എന്ത് ചെയ്തിട്ടായാലും എൻ്റെ ഗൗതം എന്നെ ഇവിടുന്ന് ഇറക്കിയിരിക്കും എന്ന് പറയും കേട്ടോ നിധി. അപ്പോൾ ഗൗതം കാരണം തന്നെയാണ് നിന്നെ ഇറക്കാൻ പോണേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിധി പറയും, എന്താ മനസ്സിലായില്ല എന്ന് പറയും. ഇതേ ഇപ്പം ഞങ്ങൾ എഗ്രിമെൻറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. വസുന്ധരാൻറ്റി പറഞ്ഞ എല്ലാ കണ്ടീഷനും ഗൗതം അംഗീകരിച്ചിട്ടുണ്ട്. നിന്നെ എത്രയും പെട്ടെന്ന് ഗൗതം ഒഴിവാക്കും. അപ്പം നിധി പെട്ടെന്ന് ഞെട്ടിട്ടോ, നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല, എൻ്റെ ഗൗതമിനെ എനിക്ക് മാത്രമേ അറിയുള്ളൂ, എന്തെന്നെ വന്നാലും എൻ്റെ ഗൗതം എന്നെ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നത്. എന്ന് നീ വിശ്വസിച്ചോ, എനിക്കറിയാം നീ വിശ്വസിക്കില്ല എന്ന്, അതിനല്ലേ ഞാൻ ഡ്രൈവറെ വെച്ചിട്ട് ഇത് ഷൂട്ട് ചെയ്തിരിക്കണേ എന്നും പറഞ്ഞിട്ട് വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കും, ഫുൾ റെക്കോർഡ്സ് ചെയ്തിട്ട്. അപ്പോൾ വസുവും കെട്ടിപ്പിടിക്കുന്നു, എല്ലാ കാര്യങ്ങളും ഗൗതമനായിട്ട് സംസാരിക്കുന്നു, ഗൗതം പറഞ്ഞ സകല കാര്യങ്ങളും അതിൽ കാണാനില്ല. അപ്പം നിധിക്ക് പെട്ടെന്ന് ആകെ ടെൻഷനായി പോയിട്ടോ. എന്നിട്ട് ശിവാനി കയ്യിലുള്ള സ്വീറ്റ്സൊക്കെ കൊണ്ട് കാണിച്ചു കൊടുക്കണിട്ട്, ആദ്യം സ്വീറ്റ്സ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുക്കൂട്ടോ. അഴി കാരണം അങ്ങോട്ട് കിട്ടില്ല അല്ലേ എന്ന് പറയുന്നത് കേട്ടോ, പുച്ഛത്തിൽ പറയുകയാണേ. എന്നിട്ട് പിന്നെ നന്നായി കണ്ടോ എന്ന് പറഞ്ഞിട്ട് സ്വീറ്റ്സ് ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇപ്പോൾ നീ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ സ്വീറ്റ്സ് എന്നല്ലേ, ഞാൻ തന്നെ പറഞ്ഞുതരാം. നീ ഗൗതമിനും കല്യാണം കഴിച്ചപ്പോൾ നിങ്ങൾ ആദ്യം സ്വീറ്റ്സ് കഴിച്ചില്ലേ, ഇപ്പം നിങ്ങൾ പിരിയാൻ പോവാണല്ലോ, അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സ്വീറ്റ്സ് കഴിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിധി പറയുന്നുണ്ട്, നീ വെറുതെ പകൽക്കിനാവ് കാണണ്ട, നടക്കില്ല, വെറുതെ സ്വപ്നം കാണുകയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നോ, എന്തായാലും ഗൗതം എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പോവാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നീയും ഗൗതമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ നിനക്ക് ഓർമ്മ, ഞാൻ പ്രണവിനെ കല്യാണം കഴിച്ച് തന്നെ നിന്നെയും ഗൗതമിനെയും പിരിക്കാൻ വേണ്ടിയിട്ടാടി, അങ്ങനെ അവസാനം എൻ്റെ ആഗ്രഹം അങ്ങോട്ട് നടന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അഹങ്കരിച്ച് നിൽക്കുകയാണ് കേട്ടോ ശിവാനി. എന്നിട്ട് പറയും, ഗൗതം എത്രയും പെട്ടെന്ന് വരുന്നുണ്ടേ, അപ്പോൾ അതിനൊരു സ്വീകരണം നൽകണം, അപ്പോൾ അതിന് ഞാൻ എന്തായാലും അവിടെ ഉണ്ടായേ പറ്റൂ. അവിടെ ഇനിയിപ്പോൾ വേറെ മരുമക്കളൊന്നും ഇല്ലല്ലോ, ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ഒരേ ഒരു മരുമകൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ പോയേ പറ്റൂ. അപ്പോൾ ശരി എന്നാൽ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ശിവാനി ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ നിധിക്ക് ഇതൊന്നും പിടുത്തം കിട്ടാതെ നിൽക്കുകയാണ് നമ്മുടെ നിധി.
അത് കഴിഞ്ഞിട്ട് ശിവാനിയും ആൻറ്റിയും കൂടി വീട്ടിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഈ നിധിനെ ഉപേക്ഷിച്ചിട്ട് ഗൗതം വരേണ്ട കാര്യമൊക്കെ. അപ്പോൾ പാറുവാണെങ്കിൽ മുമ്പ് ഗൗതമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിധി ഇല്ലാണ്ട് നീ വീട്ടിലേക്ക് വരണ്ടാന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ ശിവാനി ചോദിക്കുന്നുണ്ട്, അല്ല ആൻറ്റി പറഞ്ഞ പോലെ ആ നിധിനെ ഉപേക്ഷിച്ചിട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ പറയും അവന് വേറെ വഴിയൊന്നുമില്ല, അവൻ എന്തായാലും വന്നേ പറ്റൂ എന്ന് അപ്പോഴേക്കും നമ്മുടെ ഗൗതം വരുന്നുണ്ട് കേട്ടോ. ഗൗതം വന്നപ്പോഴേക്കും വസു ഓടിച്ചെല്ലണു, കെട്ടിപ്പിടിക്കണു, എൻ്റെ മോൻ തിരിച്ച് വന്നല്ലോ, എൻ്റെ മോൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടുത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊന്ന് ആഘോഷിക്കണം, ശിവാനി നീ പോയിട്ട് എന്തോ സദ്യ ഉണ്ടാക്കുക, അങ്ങനെ അത് കൊണ്ടുപോകാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പാറു ആണെങ്കിൽ ഓടി വരും കേട്ടോ. പാറു ഓടി വന്നിട്ട് ഗൗതമിന് ചീത്ത പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നിധി ഇല്ലാണ്ട് ഇങ്ങോട്ട് വരണ്ടാന്നുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഗൗതമൻ പിടിച്ച് വലിക്കുന്നുണ്ട് ഓരോന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വസു അങ്ങോട്ട് പിടിച്ച് വലിക്കും, രണ്ടുപേരുടെയും ഇടയ്ക്ക് നിൽക്കുന്നുണ്ട് നമ്മുടെ ഗൗതം കേട്ടോ. അപ്പോൾ ഗൗതം അപ്പോൾ വിരുന്നൊരുക്കേണ്ട കാര്യം പറയുമ്പോൾ ഗൗതം പറയും, ഞാനിപ്പോൾ അവിടെ നിങ്ങളുടെ വിരുന്നുണ്ണാൻ വന്നതല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എന്ന് ചോദിക്കും, ഞാൻ നിങ്ങൾക്കൊരു വിരുന്ന് തരാൻ വന്നതാന്ന് പറയും കേട്ടോ. അപ്പോൾ എന്താ നീ പറഞ്ഞ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല എന്ന് പറയട്ടെ. നിങ്ങൾ രണ്ടുപേരും എന്താ വിചാരിച്ചേ, ഞാൻ എൻ്റെ നിധിനെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നോ എന്ന് നോക്കിയിട്ട്. അപ്പോൾ നീ പറഞ്ഞതൊക്കെയോ എന്ന് ചോദിക്കും. അത് വെറുതെ കുറച്ച് നേരത്തേക്ക് നിങ്ങളുടെ ഒരു സന്തോഷം ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ തനി സ്വരൂപം പുറത്ത് വരാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറയും കേട്ടോ ഗൗതം. നിങ്ങളെന്താ പറഞ്ഞ് നമ്മുടെ ശിവാനിയുടെ ഗർഭം കളയാൻ ശ്രമിച്ച കേസിൽ നിധീനെ അകത്താക്കി അല്ലേ നിങ്ങൾ, എന്നിട്ടിപ്പോൾ ഞാൻ നിധീനെ ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ ചെയ്തതൊന്നും തെറ്റല്ലാണ്ടായിപ്പോയോ, അപ്പോൾ നിങ്ങൾ കേസ് പിൻവലിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയും വേണ്ടില്ല നിധീനെ എന്ത് ചെയ്തിട്ടായാലും നിധീനെ ഉപദ്രവിക്കണം, അത്രമാത്രമല്ലേ ഉള്ളൂ നിങ്ങളുടെ ഈ സ്വഭാവം ഒന്ന് ശരിക്കും അറിയാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ പറഞ്ഞതെന്ന് പറയട്ടോ. അപ്പോഴേക്കും പാറു ആശ്വാസം എന്നും പറഞ്ഞിട്ട് സമാധാനിച്ചിരിക്കും. പാറു പെട്ടെന്ന് ഒന്ന് തെറ്റിദ്ധരിച്ച് പോയി. എന്നിട്ട് പറയും ഗൗതം പറയും, അതൊരിക്കലും നടക്കില്ല, ഞാൻ ജീവിച്ചിരിക്കണമെങ്കിൽ നിധീനെ ഞാൻ ഉപേക്ഷിക്കില്ല, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എന്ത് ചെയ്തിട്ടായാലും ഞാൻ നിധീനെ പുറത്തിറക്കിയിരിക്കും, നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ഗൗതം നീ വെറുതെ വേണ്ട, നീ ചെയ്ത് തെറ്റാണ്, ഭയങ്കര മണ്ടത്തിലാണ് നീ ചെയ്യണത്, ഞാൻ മനസ്സ് വെച്ചാണ്ടല്ലോ അവൾ ജീവിതകാലം മുഴുവൻ അവിടെ ജയിലിൽ കിടക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും അതൊന്നും നോക്കണം, നിങ്ങൾ എന്തൊക്കെ ചെയ്ത് ശ്രമിച്ചിട്ടായാലും ഞാൻ നിധീനെ പുറത്തിറക്കിയിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. വിളിച്ചിട്ട് പോവാണ് കേട്ടോ ഗൗതം. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നീങ്ങി നിന്നിട്ട് നമ്മുടെ ശിവാനിയോട് പറയുന്നുണ്ട്, ശിവാനി ഒന്ന് വാ എനിക്ക് സംസാരിക്കാണ്ടെന്ന് പറയും കേട്ടോ. ശിവാനി ഒന്നും അങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞാൽ നിനക്ക് തന്നെയാണ് കുഴപ്പം, അതുകൊണ്ട് പുറത്തേക്ക് വരുമോ നിനക്ക് നല്ലതെന്ന് പറയും. ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ശിവാനി പുറത്തിറങ്ങി വരും കേട്ടോ. ഞാൻ പുറത്തിറങ്ങി വന്നിട്ട് പറയും, നീ നിൻ്റെ ഗർഭം കളയാൻ ശ്രമിച്ച കേസിലല്ലേ നീ നിധീനെ അറസ്റ്റ് ചെയ്യാൻ ഇതാക്കി, നീ ഗർഭിണിയല്ല എന്നുള്ള സത്യം നിധി മനസ്സിലാക്കി, അതുകൊണ്ടല്ലേ നീ അവളെ ഉപേക്ഷിക്കാൻ ശിക്ഷ മേടിച്ചു കൊടുക്കാൻ ശ്രമിക്കണത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനി നിന്നിങ്ങനെ പെരുങ്ങാണ് കേട്ടോ. അല്ല ഞാൻ ശരിക്കും ഗർഭിണിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. മിണ്ടാതിരിക്കടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ നോക്കിക്കോ, 24 മണിക്കൂർ ഞാൻ നിനക്ക് സമയം തരും, അതിൻ്റെ ഉള്ളിൽ നീ നിധിക്കെതിരെ കൊടുത്ത കേസ് ഇല്ലെങ്കിൽ ഞാൻ അത് നിനക്ക് തന്നെ വിനയത്തിരുന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ശിവാനി ഒക്കെ പകച്ചു നോക്കുകയാണ്. അപ്പോൾ നിൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യിക്കാനായിട്ട് ഞാൻ വിടിപ്പിക്കും, നീ ഗർഭിണിയല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ കേസ് കൊടുക്കും. അപ്പോൾ നിൻ്റെ പ്രഗ്നൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോർട്ട് ഉത്തരവിട്ടാൽ പിന്നെ നിനക്കറിയാലോ എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ അതിലൊക്കെ നല്ലത് നീ എത്രയും പെട്ടെന്ന് കേസ് പിൻവലിക്കുകയോ നല്ലത് എന്ന് പറയട്ടോ. നിൻ്റെ 24 മണിക്കൂർ സമയം ഞാൻ നിനക്ക് തരുള്ളൂ, അത് ഇപ്പോൾ കൗണ്ട് ഡൗൺ ചെയ്യണം എന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോകാൻ കേട്ടോ ഗൗതം. അത് കേട്ടപ്പോൾ ചെറുതായിട്ടൊരു പേടിയൊക്കെ തോന്നിയിട്ടുണ്ട് നമ്മുടെ ശിവാനിക്ക്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ പകച്ച് നിൽക്കണം കേട്ടോ ശിവാനി. പക്ഷേ ശിവാനി ഇതുകൊണ്ട് പേടിക്കാനില്ല, എന്തെങ്കിലും ഉടായ്പ് കാണിച്ചിട്ടായാലും ശിവാനി രക്ഷപ്പെടും. അപ്പോൾ ഓക്കെ, അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.